ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ചെറിയൊരു കോടയൊക്കെയുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ ഇന്ന് നമുക്ക് 2 കേക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് വന്നിട്ട് എഗ്ലെസ് കേക്കായിരുന്നു, എഗ്ലെസ് വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റോറി കാണാം. അപ്പോൾ നമ്മൾ ചെയ്തത് 1 kg വൈറ്റ് ഫോറസ്റ്റ് എഗ്ലെസ്സിലാണ്, ടോളാക്കിയിട്ടാണ് കേട്ടോ, സ്ക്വയർ ഷേപ്പിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ കുറച്ച് റെഫറൻസ്. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു ഇതിൽ ചെയ്താൽ മതി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ ബർത്ത്ഡേ ബോയ് എന്ന് പറയുന്നത് ഫിനാൻസിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആ ഒരു തീമിൽ സെറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ പിൻട്രസ്റ്റ് കയറി ഞാൻ തപ്പിയപ്പം അത്യാവശ്യം മെനക്കെടില്ലാത്തൊരു ഡിസൈൻ കിട്ടി. അങ്ങനെ നമ്മൾ വിചാരിച്ചു അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് വരുന്നത് ഒരു 500 റുപ്പീസിൻ്റെ ബണ്ടിലാക്കിയിട്ട് 2 ബണ്ടിലാക്കിയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അത്യാവശ്യം നല്ലപോലെ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ഒന്നാമത് എന്താ വെച്ചാൽ എഗ്ലെസ് ആണല്ലോ, എഗ്ഗ് കൂട്ടാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എഗ്ഗ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ പിന്നെ അത്ര ഒരു ടെൻഷൻ വേണ്ട. ഇത് എഗ്ലെസ് ആവുന്നത് കൊണ്ട് കേക്ക് പൊട്ടിപ്പോവാൻ നല്ലപോലെ ചാൻസ് ഉണ്ട്. അപ്പം രണ്ടും കൽപ്പിച്ചാണ് കേട്ടോ ഉണ്ടാക്കിയത്. നമ്മൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ 2 പീസാക്കി എടുത്തു. എന്നിട്ട് ആ മിഡിലുള്ളൊരു പീസ് നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി 2 പ്ലേസ് ഉണ്ടാവുമല്ലോ, ക്രീമില്ലാത്ത പ്ലേസ്, അവിടെ ജസ്റ്റ് ക്രീം കൊണ്ടൊന്ന് ജസ്റ്റ് കവർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊരു ബണ്ടിലാണല്ലോ, ഒരു 500 റുപ്പീസിൻ്റെ ബണ്ടിലായതുകൊണ്ട് ആ ഒരു ഷേപ്പ് കിട്ടണമല്ലോ സൈഡിൽ. അപ്പോൾ നമ്മൾ അയ്യുരത്തിൽ വേണ്ടിയിട്ട് ആ ബ്രഷിനോണ്ടൊന്ന് ജസ്റ്റ് സൈഡിൽ അങ്ങനെ ഒരു ഷേപ്പിൽ സെറ്റായി കൊടുക്കുകയാണ്. പിന്നെ ഒരു ക്യാഷിൻ്റെ ബണ്ടിലല്ലേ, അപ്പം ആ ഒരു 4 കോർണറിലും ഒരു കളർ കൊണ്ട് ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ. ആ കോർണർ ജസ്റ്റ് ആ ഒരു ഷെയ്ഡ് വരുമല്ലോ അത്രയും ക്യാഷിൻ്റെ ഒരു ബണ്ടിലാവുമ്പോൾ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തതാണ് കേട്ടോ. കളർ ഒരു ബ്ലാക്ക്. അങ്ങനെ നമ്മൾ 2 ബണ്ടിലും ആ ഒരു കളറിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ടേ. പിന്നെ ഇനിയുള്ളത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു 500 റുപ്പീസിൻ്റെ ആ ഒരു മുകളിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ഫസ്റ്റ് ബോർഡിലുള്ള ഈ ഒരു ഫസ്റ്റ് വണ്ണിലേക്ക് നമ്മൾ പ്രിൻ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത കേക്കിൽ ഒരു ബണ്ടിലും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ കേക്ക് നമ്മൾ ഈ ഒരു കേക്കിന് മുകളിലേക്ക് 2 ഒരു റാൻഡമായിട്ട് നിൽക്കുന്ന ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് അടുത്ത ഒരു ബണ്ടിലും കൂടെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ടോട്ടൽ 2 ബണ്ടിലാണ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നിൽക്കുന്നത് കൊണ്ട് അത്യാവശ്യം നല്ലപോലെ സേഫ് ആക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം സ്ക്വയറും കാര്യങ്ങളൊക്കെ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇവളെന്താ ഇത് ചെയ്യുന്നതെന്ന്. ഒന്നുമല്ല, അത് ജസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ടോ, ഇൻ കേസ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ ചെയ്യുന്നത് ഡെലിവറി ചെയ്യുന്നതിന് കുറച്ച് മുന്നേ ആയിട്ടാണ്. അന്ന് നമ്മൾ സെറ്റ് ആവുന്നതിൻ്റെ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും മുറിഞ്ഞു പോവും. അപ്പോൾ ഇത് ഓവർനൈറ്റ് ഫുൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പിറ്റേന്നാണത് ഡെലിവറി ചെയ്യുന്ന ഒരു ടൈമിലാണ് നമ്മളിത് സെറ്റ് ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മൾ 2 കേക്കിലും ആ ഒരു പ്രിൻ്റ് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെയാകുമ്പോഴാണല്ലോ ആ ഒരു ലുക്ക് നമുക്ക് കിട്ടുക. അപ്പം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ മുകളിൽ നിന്നാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ബണ്ടിലാണല്ലോ, അപ്പോൾ ബണ്ടിലാണെന്ന് തോന്നണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ബാൻഡ് പോലെ എന്തെങ്കിലും വേണം. അപ്പം നമുക്ക് ഇപ്പോൾ കേക്കിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന റിബണാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈപ്പിലുള്ളൊരു റിബണ് ഒരു ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്തിട്ട് അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് അവിടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. 2 ഇതിലും നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണല്ലോ നമുക്കതൊരു 500 റുപ്പീസിൻ്റെ ഒരു ബണ്ടിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഇത് കണ്ടിട്ട് ആരും അതിലെത്ര 500 നോട്ട് ഉണ്ടെന്നൊന്നും എന്നോട് ചോദിക്കരുത്, എണ്ണാൻ വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ റിബണും കൂടെ വെച്ചപ്പം ഒരു സെറ്റായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ബാക്കി പ്രിൻ്റ് കൂടെ ആഡ് ചെയ്യാം. കുറച്ച് ഒരു ബണ്ടിൽ വേറെ ഉള്ളതുപോലുള്ളൊരു കുറച്ച് പ്രിൻ്റ് ഉണ്ടായിരുന്നേ. അപ്പം അതും കൂടെ ഒന്ന് ജസ്റ്റ് അതിൽ അറ്റാച്ച് ചെയ്തു. പിന്നെ ഉള്ളത് 2 വലിയ നോട്ട് ഉണ്ടായിരുന്നേ. അപ്പം അതൊന്ന് ജസ്റ്റ് റോൾ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാകുമ്പോൾ ഈ ഒരു ലുക്ക് ഫിനിഷ് ആവാം. അങ്ങനെ നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് മുകളിൽ വെക്കുന്ന അതൊന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സൈഡിൽ പിന്നെ അതിൽ ഒന്ന് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പം കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. പിന്നെ അവിടെ റൈറ്റിങ്ങും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് അത്യാവശ്യം ഒരു ഹൈറ്റ് വരുന്നുണ്ടല്ലോ. ഒരു കേക്കിൻ്റെ നോർമൽ
ഹൈറ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ വേറൊരു കേക്കും കൂടെ വെച്ചു. അപ്പം കുറച്ചും കൂടെ ഒന്ന് ഹൈറ്റ് കൂടുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്കൊരു നോർമൽ ബോക്സിൽ അത് പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ യൂട്യൂബ് തന്നെ രക്ഷ, അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക അല്ലേ. അങ്ങനെ നമ്മൾ യൂട്യൂബ് ഇൻസ്റ്റയിലൊക്കെ കയറി കുറേ പാക്കിംഗ് മെത്തേഡ്സൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ അങ്ങനെയാണ് ഈ ഒരു പാക്കിങ്ങിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ബോക്സ് എടുത്തിട്ടാണ് ഇതൊന്ന് ജസ്റ്റ് പാക്ക് ചെയ്യുന്നത്. നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമുക്ക് പിന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. അങ്ങനെ നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർ വെയിറ്റിങ്ങിലായിരുന്നു. ചെറുതായിട്ടൊന്ന് നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഒരു ബോക്സ് ഇങ്ങനൊരു ഇതിൽ പാക്കിങ്ങിൽ സെറ്റാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടൈമും കാര്യവും വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ലേറ്റായത്. അങ്ങനെ അവർ കൊണ്ടുപോയി. പിന്നെ ഇനി അടുത്ത് നമുക്ക് ഈവനിങ്ങിലേക്കുള്ളൊരു കേക്കിൻ്റെ ഇത് കാണാം. അപ്പോൾ ഇത് വരുന്നത് 1/2 kg വൈറ്റ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെയുള്ള റെഗുലർ കസ്റ്റമർ തന്നെ തന്നൊരു ഓർഡറായിരുന്നേ. അവരുടെ ഏട്ടൻ്റെ മോന് സ്കൂളിലേക്ക് വേണ്ടിയിട്ടായിരുന്നു. അവർക്ക് രാവിലെ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ തലേന്ന് ഈവനിങ് വാങ്ങിയതായിരുന്നു കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഉള്ള എല്ലാ കുട്ടികളും, കംപ്ലീറ്റ് കുട്ടികളും ആണ് കേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അവർ മുറിക്കുന്ന കേക്കാണ് ആ സ്കൂൾ മൊത്തം സെർവ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ വിട്ടുതന്നതായിരുന്നേ. കളറ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. റെഡും വൈറ്റും കോമ്പോയിലായിരുന്നു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്കൂളിലേക്കൊക്കെ അല്ലേ, മക്കൾസ് ആണല്ലോ എന്നുള്ളൊരിതിൽ ഞാൻ കളറ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നേ. പിന്നെയാണ് അവർ ടൈപ്പ് ചെയ്ത് നോക്കിയപ്പം ആണ് വിട്ടുപോയല്ലോ. പിന്നെ എന്തായാലും അവർ പറഞ്ഞു ക്രിസ്മസ് തീമിലാണല്ലോ കേക്ക് സെറ്റ് ചെയ്തത്, അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മളെ കേക്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് സിമ്പിളാണ്. സാന്തേ പിന്നെ ഒരു എക്സ്മസ് ട്രീയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള പ്രിൻ്റ് ആഡ് ചെയ്തു. പിന്നെ സ്നോൻ്റെ ഒരു പ്രിൻ്റ് ആഡ് ചെയ്തു. പിന്നെ മേരി ക്രിസ്മസ് കൊടുത്തു. ദെൻ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഇത്രയായിരുന്നു ആ കേക്ക് ഉണ്ടായിരുന്നത്. നമ്മൾ പാക്ക് ചെയ്തു. അവർ വന്നെടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. 2 വന്നെടുക്കുക തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ കാര്യങ്ങൾ ഏകദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഡെലിവറി ഇപ്പോൾ പോസിബിൾ അല്ല, അതുകൊണ്ട് തന്നെ വന്നെടുത്തതായിരുന്നു കേട്ടോ. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് എങ്ങനെയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കേക്ക് ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ഡേ കാണാം കേട്ടോ.